ബാംഗ്ലൂരിനടുത്ത് വെച്ച് KSRTCയുടെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് വളരെ ദാരുണമായ തരത്തിൽ ഡ്രൈവർ മിഥിലേഷ് 31 വയസ്സുള്ള മിഥിലേഷും അതേപോലെ തന്നെ കണ്ടക്ടർ അരുണും 53 വയസ്സ് അവർ മരിച്ചു. ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. 3 പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട്. പലർക്കും പരിക്ക് പറ്റിയവരെ അവിടെ ആശുപത്രി വിട്ടു. ആദ്യമായി അന്തരിച്ച 2 KSRTC ജീവനക്കാരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞാൽ അവിടെ ഇന്ന് അവർ ഭവനം സന്ദർശിക്കുന്നുണ്ട്. KSRTC MD പ്രമോദനോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ പോയിരുന്നു. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്ന രീതിയിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തി. അതിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, വാഹനം വളരെ ഫിറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു. വലിയ പഴക്കമൊന്നുമില്ലാത്ത നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡ്രൈവറും സാധാരണയായി ലോങ് ട്രിപ്പ് ഓടിക്കുന്ന ഡ്രൈവറാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. മറ്റാക്ഷേപങ്ങളൊന്നും ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം സൈൻ ഓഫ് ചെയ്തതിന് ശേഷം 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും സൈൻ ഓൺ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ സൂക്ഷ്മമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിൽ നിന്നും സൈൻ ഓഫ് സൈൻ ഓൺ എന്നുള്ളതിൽ 16 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. 8 മണിക്കൂറാണ് നിയമപ്രകാരം. മിനിമം 8 മണിക്കൂറിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അപാകതയില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും, ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും പെട്ടെന്ന് ഉറക്ക ക്ഷീണമോ മറ്റോ ഉണ്ടായി കാണും. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ഥിര ജീവനക്കാരനാണ് കണ്ടക്ടർ അരുൺ. അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി രൂപയിലധികം നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് അത് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലിക ജീവനക്കാരനാണ് മിഥിലേഷിന് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് 10 ലക്ഷം രൂപയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SBIയുമായിട്ട് കണക്റ്റഡാണ് ഈ കോമ്പൻസേഷൻ. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ അത് പറയാൻ കഴിയും, അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അത് പറയാൻ കഴിയും. എന്തായാലും KSRTCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആ താൽക്കാലിക ജീവനക്കാരനും അർഹമായ ഒരു തുല്യമായ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, അർഹമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് നിയമനം കൊടുക്കുന്ന ഒരു റൂള് നിലവിലുണ്ടെങ്കിലും നിരവധി വർഷങ്ങളായിട്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫയലുകൾ അതിലിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആശ്രിതരായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. KSRTCയിൽ 115ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊരു തീരുമാനം KSRTCയുടെ അടുത്ത ബോർഡ് എടുക്കും. പക്ഷേ പുതിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഒരു പുതിയ കാര്യമല്ല, താൽക്കാലിക ജീവനക്കാർ ജോലിക്കിടയിൽ അപകടത്തിൽ മരിക്കുകയാണ് എങ്കിൽ അവരുടെ ആശ്രിതർക്കും താൽക്കാലികമായ എന്തെങ്കിലും ജോലികൾ കൊടുക്കുന്നതിനെ കുറിച്ചുകൂടി ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, പൊതുവിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹന അപകടത്തിലോ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്കും താൽക്കാലികമായ എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കുന്നതിനെ കുറിച്ചുകൂടി ഞങ്ങൾ തീരുമാനിക്കണം എന്നൊരു ധാരണയാണ് ഇപ്പോൾ ഇന്ന് കാലത്തെ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കോഴിക്കോട് ആക്സിഡന്റിനെ കുറിച്ച് പറയാൻ. മറ്റേതിലേക്കൊക്കെ 3 മണിക്കൂർ അനുവദിച്ചിരുന്നു. സമയം ഓടിയെത്താൻ ഇപ്പോൾ അതിപ്പോൾ 2.5 മണിക്കൂറാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ബസ്സിന്, അവിടുത്തെ ബസ്സിന് ഒരു സമയക്രമം നമ്മളത് അതിനും വളരെ നേരത്തെ എത്തുന്നതാണ്. അപ്പോൾ
സമയം കുറച്ചുകൊണ്ട് സ്പീഡിൽ ഓടിയെത്തേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നതെന്നാണ് പല ജീവനക്കാരും പറയുന്നത്. അത് പരിശോധിക്കേണ്ടതാണെന്ന് മാത്രമല്ല, നമ്മൾ 70കളിലും 80കളിലും ഓടിയെത്തുന്ന ഒരു സമയം വെച്ചാണ് പ്രൈവറ്റ് ബസ്സിനും ടൈം കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള എല്ലാ ചർച്ചകളിലും അവർ പറയുന്നൊരു കാര്യം, ഉദാഹരണത്തിന് കാക്കനാട് ഹൈക്കോർട്ട് എറണാകുളത്തൊരു പ്രധാന ഒരു പോയിൻ്റാണല്ലോ, വടകര കോഴിക്കോട്, ഇതൊക്കെ പണ്ട് പോയതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരിക. വാഹനങ്ങളൊക്കെ മെച്ചപ്പെട്ടു, റോഡും മെച്ചപ്പെട്ടെങ്കിലും വാഹനാധിക്യം കൊണ്ട് കൂടുതൽ സമയം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ ടൈമിങ്ങിനെ കുറിച്ച് കാലോചിതമായ, സാധാരണ നിലയ്ക്ക് ടൈം കുറയാണ് വേണ്ടത്, പക്ഷെ ഇവിടെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈവേയിൽ മാത്രമാണ് ഒരു സമയം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കൃത്യമായ ഒരു വസ്തുതാപരമായ ഒരു പരിശോധന പൊതുവിൽ ആവശ്യമുണ്ട് എന്ന് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടും. ഈ വിഷയത്തിൽ മാത്രമല്ല, ചെറിയ റൂട്ടിൽ പോലും. ഈ മിഥിലേഷ് മൈസൂരിൽ നിന്നും വണ്ടി ഓടിച്ചിടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ തൊഴിലാളി യൂണിയൻ ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അദ്ദേഹം ശരിക്കും അന്ന് ഡ്യൂട്ടിയിൽ കയറേണ്ടതല്ല, വേറൊരു പ്രജിൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ് ബാംഗ്ലൂർ ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അയാളോട് കൺട്രോൾ നിന്ന് ഓഫ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞയക്കുക. ഈ സാഹചര്യം ശരിക്കും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. അങ്ങനെയാണ്. അല്ല, നമ്മളിതിൽ പരിശോധിക്കേണ്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് കയറിയോ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമാണ്. ഞങ്ങൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം സൈൻ ഓഫ്, സൈൻ ഓൺ. അതിൽ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ 8 മണിക്കൂറിന് പകരം 6 മണിക്കൂർ കൊണ്ട് അയാൾ പോയിരുന്നെങ്കിൽ അതിൽ വളരെ വലിയ ഗുരുതരമായൊരു പെശകാണ്. അപ്പം അത് ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ. ഈ അന്തർ സംസ്ഥാന സർവീസ് ലൈൻ നേരത്തെ 5 വർഷം വരെ പലപ്പോഴും വാഹനങ്ങളായി ഉപയോഗിച്ചത്, പക്ഷേ ഇപ്പോഴത് 10 വർഷത്തിന് മേലുള്ള വാഹനങ്ങൾക്കൂടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാവും? നമുക്കിപ്പോൾ 5 വർഷത്തെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളില്ല. പക്ഷേ 10 വർഷത്തിലുള്ള വാഹനങ്ങളൊന്നും മോശം വണ്ടികളൊന്നുമല്ല, നല്ല രീതിയിലുള്ളതാണ്. ഇപ്പം അതിനെക്കുറിച്ചും ഞാനിപ്പോൾ അടുത്തുണ്ടായ ഒരു കാര്യം പറയാം. റീഫർബിഷ് ചെയ്യുക എന്നുകൊണ്ടൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് നമ്മുടെ നല്ല ഒന്നാന്തരം വർക്ക്ഷോപ്പും വിദഗ്ധരായ തൊഴിലാളികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അവരൊന്നും ഈ റീഫർബിഷ് ചെയ്യുക എന്നുള്ള ആ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം 10 ബസ്, ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസം അല്ലേ, ഒന്നര മാസം കൊണ്ട് 10 ബസ് ഒരു പുതിയ ബസ് പോലെ അവരത് ആക്കിയെടുത്തു. വേറെ പുറത്തൊന്നും കൊടുത്തിട്ടല്ല, നമ്മുടെ എക്സ്പെർട്ട് മെക്കാനിക്കുകളാണ്, അവരെ കൊണ്ട് അത് ചെയ്യിച്ചു. മാത്രമല്ല, ഈ വണ്ടികളൊക്കെ നമ്മുടെ ഈ സ്റ്റോക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്താണ് കൂടുതൽ അങ്ങനെയുള്ള സംവിധാനമുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോടും സംവിധാനങ്ങളുണ്ട്, എടപ്പാളിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് 2 ബസ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു പുതിയ കാര്യമായിട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കൽ, ITIകൾ, ഇവിടെയുള്ള കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അത് അവർക്കൊരു ട്രെയിനിങ്ങുമായി നമുക്ക് നമ്മുടെ ആശുപത്രികളിലൊക്കെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സഹായം കിട്ടുന്നത് പോലെ നമുക്ക് തൽപരരായ എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ITIയിലുള്ള കുട്ടികൾക്കും KSRTCയുടെ എല്ലാ ഫെസിലിറ്റിയിലും അവരെ പ്രവേശിപ്പിക്കുകയും അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിനകത്തൊരു യൂണിഫോമും കാര്യമൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ട്രെയിനി സിസ്റ്റം നമ്മൾ കൊണ്ടുവരും. പഠിക്കുമ്പോൾ തന്നെ, പഠിച്ചതിന് ശേഷമല്ല, കൊണ്ടുവരികയാണ്. മാത്രമല്ല KSRTCക്ക് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ KSRTCയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പോലും KSRTCയുമായിട്ട് ഇതൊരു MOU സൈൻ ചെയ്തിട്ടില്ല. അതാണ് അതിലത്തെ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം. എന്തായാലും അതും ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണ്. ഈ പരിചയസമ്പന്നരായ എംപാനൽ ഡ്രൈവർമാരെ തന്നെ വിടണമെന്നുള്ള നിയമമുണ്ട്, സർക്കുലറുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് 1 വർഷം മാത്രം പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറിനെ ഇത്രയും ഡ്യൂട്ടി, മിനിസ്റ്റർ പറഞ്ഞത് ഒരു 12-16 മണിക്കൂറിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് പകലുറക്കം മാത്രമാണ്, രാത്രി ഉറക്കം കിട്ടാതെ അതേ ദിവസം തന്നെ വീണ്ടും ഒരു ഡ്യൂട്ടി എടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ആളുകളുടെ ഒരു കുറവ് ഇപ്പൊ തന്നെ ഉണ്ട് എന്നുള്ളത് ജീവനക്കാരി എന്ന് പറയുന്നത്. നിർബന്ധിതനൊന്നും ആയിട്ടില്ല. പക്ഷേ അല്ല, ഒരു രാവിലെ എത്തിയ ആളാണ് പിന്നെയും രാത്രി പോകുന്നത്. ഒരു പറയാം, അതായത് ഇതിലിപ്പോ ഏജ് ഒരു ഘടകമാണല്ലോ. അപ്പൊ അതൊരു നല്ല ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവറുടെ ഏജാണ് 30-31 വയസ്സ്. നല്ല, അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, മരിച്ച മിഥിലേഷിനെ കുറിച്ച്. വളരെ
സോബറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ മദ്യപിച്ച് നടപടിക്കോ ഒന്നും വിധേയനായിട്ടില്ല. അതുകൊണ്ട് അതൊക്കെയാണ് പരിചയസമ്പന്നതയുടെ. പരിചയസമ്പന്നനായിട്ട് മാത്രം സർവീസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ ക്യാരക്ടർ, അവരുടെ ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, അവർ ശിക്ഷണ നടപടി ഉണ്ടായിട്ടുണ്ടോ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല. നല്ലൊരു ഡ്രൈവറാണ്. ഇതിലൊരു സാധാരണ നടക്കുന്നത് ഡിപ്പോയിൽ എങ്ങനെ വെച്ചാൽ സ്ഥിരം ഡ്രൈവർമാർ താമരശ്ശേരി റൂട്ട് പോകും, വയനാട് റൂട്ട് പോകും. ഈ എംപാനൽ ഡ്രൈവർമാരെ ഈ ഉറക്കമൊഴിച്ച് ദീർഘദൂര യാത്രയ്ക്ക് വിടുന്ന ഒരു പരിപാടി KSRTC നടക്കുന്നുണ്ട്. ധർമ്മടം പറഞ്ഞതിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. അത് തീർച്ചയായിട്ടും ഇവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരിക്കലും പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഡ്രൈവർമാർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, പക്ഷെ അവരും റിട്ടയർമെൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന ആളുകൾ, അവർക്കും പല കണ്ണിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളുണ്ട്. ഇത് വല്ലാത്തൊരു പണിയല്ലേ ഈ വണ്ടി രാത്രി ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഐസൈറ്റ് ഒരു പ്രധാന കാര്യമാണ്. അപ്പം അതിൽ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടൊരു ഏജാണ് 31 വയസ്സ്. ഐസൈറ്റിനോ അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ചിലർക്ക് പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് ടെമ്പററി എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ്റ്റിക്ക് നല്ലത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അദ്ദേഹം ബാംഗ്ലൂർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരോഗദൃഢഗാത്രരായിട്ടുള്ള ആളുകളാണ് എപ്പോഴും വണ്ടി ഓടിക്കാൻ നല്ലത്. അവർ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും. നമുക്ക് ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാൻ തോന്നും. അത് പുതിയ ഒരു കാര്യമാണ്. അത് ഡ്രൈവർ കം കണ്ടക്ടർ അല്ല, അതിപ്പോ അടുത്ത കാലത്ത് വന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2-3 അല്ലേ കൊല്ലമായിട്ടാണ്. നല്ല മാതൃകയാണത്. നല്ല മാതൃകയാണ്. അതിൽ പറയാം. അതിലിപ്പോ എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞോട്ടെ. നമ്മളതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ ഇതിൽ നോക്കുമ്പോൾ എല്ലാ കണ്ടക്ടർമാരോടും ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല. അവർ ഡ്രൈവ് ചെയ്യുന്ന അത്ര കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വേണം. എഫിഷ്യൻസിയും അതിനുള്ള തയ്യാറും. ഒരു വലിയ വാഹനം കണ്ടക്ടറുടെ ജോലി ചെയ്യുന്നതും ഡ്രൈവറുടെ ജോലി ചെയ്യുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ട് അല്ലേ. അപ്പോൾ അതിന് തയ്യാറായ ആളുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രപ്പോസൽ നല്ലതാണ്. അപ്പോൾ കണ്ടക്ടർമാരിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് താല്പര്യമുള്ളവരെ നോക്കാം. ഇനി പുതുതായിട്ട് ആളുകൾ എടുക്കുമ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കണ്ടക്ടറെ എടുക്കുന്ന സമയത്ത് ഡ്രൈവിംഗും കൂടെ ഹെവി ലൈസൻസ് കൂടെ എടുക്കണം എന്ന് പറയുന്നത് യുക്തിസഹമാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള കണ്ടക്ടർമാരെ ഡ്രൈവർമാരായി കൺവേർട്ട് ചെയ്ത് ലോങ് ട്രിപ്പിലൊക്കെ വിടുന്നത് എനിക്ക് അത്ര നമുക്ക് ഈ വിഷയം നമുക്ക് തീർക്കാൻ തോന്നും. അവന്റെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും കിട്ടും. ഇതൊരു താൽക്കാലിക ജീവനക്കാരന് അപകടത്തിൽ മരിച്ചാൽ ആ കുടുംബം അനാഥമാണ്. ഈ 10 ലക്ഷം രൂപ അവന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പോലും കഴിയില്ല. അതിലധികം കിട്ടും. ധർമ്മടം നോയിക്കോളും. പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ പത്തനംതിട്ടയിൽ പെറ്റിയടിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടി 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെയുള്ള മോട്ടോർ വാഹന സംഘടനകൾ. അവരിപ്പം പെറ്റിയടിക്കില്ല, ഡ്രൈവർ പണിക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഗതാഗതം നോക്കുകയാണെങ്കിൽ അതിനെ പ്രതിഷേധത്തെ ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അവിടുത്തെ MP-മാരും MLA-മാരും അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഓഫ് റോഡ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ ടയറും പിന്നെ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം വെച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഈ ആഹ്വാനം അനുസരിച്ച് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലതൊരു കൗതുകമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അവരിറങ്ങി വന്നു. ഇനി അങ്ങനെ ഇറങ്ങി വന്ന ഒരു ഡ്രൈവർ, അൽമിനിൻ ഒരു വണ്ടിയുടെ ആള്, ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. സസ്പെൻഷൻ, എൻക്വയറി
യുടെ അടിസ്ഥാനത്തിലാണ് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും. വിഷയം ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതിനെ പറ്റി എപ്പോഴും അനിശ്ചിതത്വമുണ്ട് ഈ സർക്കാരിന്. ലീഗ് സംസ്ഥാന പാർട്ടികൾ തന്നെ പിന്മാറുമെന്നാണ് പറഞ്ഞത്. എന്താണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്? സർക്കാരിൻ്റെ അത്തരം കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഉചിതം. ഞാൻ എൻ്റെ വകുപ്പിനെ കുറിച്ച് ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊതുവിൽ രാഷ്ട്രീയ അതെ അല്ല പൊതുവിൽ നമുക്കൊരു കൂട്ടുത്തരവാദിത്വവും നമുക്ക് രാഷ്ട്രീയമായിട്ട് നമ്മൾ UDF അല്ലേ. PM ശ്രീ എന്ന് പറയുന്നത് സൈൻ ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഒരു വലിയ മന്ത്രിസഭാ ക്രൈസിസ് ഉണ്ടാക്കിയൊരു വിഷയമാണ്. പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായി. CPM-ഉം CPI-യും തമ്മിൽ ഒരു വലിയ ഒരു മന്ത്രിസഭാ കുഴപ്പത്തിലേക്ക് അവരിനി മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോകുമോ എന്നടക്കം സംശയിക്കുന്ന തരത്തിൽ അവരുടെ ഒന്നാമത്തെ ഘടകകക്ഷിയായ CPI ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് പ്രതിപക്ഷത്തോട് പറയണ്ട, അസംബ്ലിയോട് പറയണ്ട, ക്യാബിനറ്റ് പ്രാക്ടീസ് അനുസരിച്ച് ക്യാബിനറ്റിനോട് പോലും പറഞ്ഞില്ല. ക്യാബിനറ്റിലെ 4 മന്ത്രിമാർ അത് അറിഞ്ഞില്ല എന്നുള്ള വിവരം GR അനിൽ നമ്മുടെ ബിനോയ് വിശ്വത്തോടൊപ്പം ചേർന്ന് പത്രസമ്മേളനം നടത്തി. വാസ്തവത്തിൽ ഇപ്പം നിങ്ങൾ കൂട്ടുത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, GR അനിലെന്ന് രാജിവെക്കണ്ടേ? CPI മെമ്പർമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പം അതുകൊണ്ട് PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ തെറ്റായിട്ടുള്ള ഒരാശയമാണ്. പൈസ കൊടുക്കുന്നതല്ല, അവരുടെ സിലബസുകൾ, അവരുടെ ആശയങ്ങൾ ഇന്ത്യയിലെമ്പാടും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഇത് സൈൻ ചെയ്തത് ഞങ്ങളല്ല. അല്ല അതെ പറഞ്ഞോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സബ് കമ്മിറ്റി വന്നല്ലോ, ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വന്നല്ലോ. അവർ പറയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് PM ശ്രീയുടെ ആപത്തും കോൺഗ്രസിൻ്റെ AICCയുടെ അഭിപ്രായം അതാണല്ലോ. കോൺഗ്രസ് പാർട്ടിയാണല്ലോ നമ്മളെ നയിക്കുന്നത്. കോൺഗ്രസ് ഒരു ഘടകകക്ഷിയല്ലോ, നേതൃകക്ഷിയല്ലേ. അപ്പോൾ ആ നേതൃകക്ഷിയാണെങ്കിലും അതേപോലെ തന്നെ മുസ്ലിം ലീഗാണെങ്കിലും ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PM ശ്രീ പോലുള്ള നീക്കങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഗവൺമെൻറ് ഒരു തുടർച്ചയായതുകൊണ്ട് ഗവൺമെൻറ് സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാൻ ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ആ സബ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. സർക്കാരുകളിൽ കാവ്യവൽക്കരണം അല്ലെങ്കിൽ സാധനൈസിംഗ് വളരെ കൃത്യമായി നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ CPI-ക്കുണ്ട്. കാരണം അത് കുറച്ച് ഓവറായി പോയി. സ്വാഭാവികമായിട്ടും PMC ആയി കഴിഞ്ഞാൽ, വന്ദേമാതരം ആയി കഴിഞ്ഞാൽ ഈ കാര്യമൊക്കെ ഇങ്ങനെ സ്ലോ ഡൗൺ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അതിലൊരു ജാഗ്രത സർക്കാർ പാലിക്കേണ്ടത്. ജാഗ്രത രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഈ സബ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുമല്ലോ. സബ് കമ്മിറ്റിയിൽ ഇത് വരുമല്ലോ. ചെറിയ സബ് കമ്മിറ്റി അല്ലല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സബ് കമ്മിറ്റി വരുമ്പോൾ നമ്മളത് കത്തിയാവും. ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. ജാഗ്രത പാലിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. സംഭവിപ്പോൾ വരുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായമാണ്. പൂർണ്ണമായിട്ടും പാടണമെന്നാണ്, പക്ഷേ നേരത്തെ ആ പാട്ട് തന്നെ പാടുമെന്നാണ് ചിലർ പറയുന്നത്. എങ്ങനെയായിരിക്കും? അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല. വന്ദേമാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19ാം നൂറ്റാണ്ടിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതിൽ അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല. നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾ പിന്നെ എന്താ പറയുക, നിരീശ്വരവാദികൾ പോലും വളരെയധികം ആസ്വദിക്കുകയും നിരവധി ഭക്തിഗാനങ്ങൾ എഴുതിയത് വയലാറിനെ പോലുള്ള നാസ്തികരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഭക്തിഗാനങ്ങളോട് അലർജിയൊന്നുമില്ല. പക്ഷേ അതൊരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ ആലപിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ട് ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേമാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ പിൻപ്രിക്ക് ചെയ്യുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിനെ പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പാർട്ടിയുടെ അഭിപ്രായത്തിൽ, അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയേണ്ടത്, CMPയുടെ അഭിപ്രായത്തിൽ നമ്മുടെ പാട്ടിൻ്റെ വന്ദേമാതരം എന്നുള്ള പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗീതത്തിൻ്റെ ദേശീയ ഗീതത്തിൻ്റെ
ആദ്യത്തെ സ്റ്റാൻസ പണ്ട് AICC തീരുമാനിച്ച അത്രയും ഭാഗം അത് പാടിയാൽ മതി എന്നാണ് CM പത്തനംതിട്ടയിൽ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന അവർ പറഞ്ഞത് അവർ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞിരുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞല്ലോ, അപ്പോൾ അന്വേഷണം ഉണ്ടല്ലോ. മറ്റൊന്ന് ഈ യെസ്, കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. താങ്ക് യു. ആർടിഒമാരുമായി ബന്ധപ്പെട്ട് വലിയ ഒഴിവുകളുണ്ട് മലബാർ. ഉണ്ട്. ഇപ്പം ഇന്നാ മീറ്റിംഗ് നടന്നു. ഒഴിവുകളുണ്ട് വടകരയിലും അത് ഉടനെ തന്നെ അത് ശരിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.